ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു പിൻട്രസ്റ്റ് ഇൻസ്പയർഡ് DIY ഓഷ്യൻ എഡിഷൻ. അപ്പോൾ ഇതാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ ഇൻസ്പോ. ഇതാണ് നമ്മളിന്ന് ചെയ്യാൻ പോണത്. ഒരു പണിയില്ലാണ്ട് ഫോൺ കുത്തിയിരിക്കുമ്പോഴാണ് കേട്ടോ ഞാൻ പിൻട്രസ്റ്റിൽ ഈ ഒരു ഓഷ്യൻ എഡിഷൻ ക്രാഫ്റ്റ്സ് കാണുന്നത്. അപ്പോൾ പിന്നെ നമ്മളത് ഉണ്ടാക്കണമല്ലോ. അപ്പോൾ ആദ്യമേ ഒരു കാർഡ്ബോർഡ് എടുത്ത് ഈ ഒരു ഷേപ്പ് വരച്ച് കട്ട് ചെയ്യുക. അപ്പോൾ മുകളിൽ കട്ട് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ആ ഒരു കേർവ്സ് നമുക്ക് അതേപോലെ കിട്ടണം കേട്ടോ. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ ഒരു അളവിന് നമുക്ക് ഇതിനെ 3D ആക്കി എടുക്കണമല്ലോ. ഇതേ അളവിന് വെച്ചിട്ട് കാർഡ്ബോർഡിൽ ഞാൻ ഈ വരച്ച പോലത്തെ ഒരു 4 പീസ് കട്ട് ചെയ്തെടുക്കാം. പല സൈസായാലും കുഴപ്പമില്ല, നമുക്കത് ട്രിം ചെയ്ത് കളയാവുന്നേ ഉള്ളൂ. എന്നിട്ട് ഗ്ലൂഗൺ വെച്ചിട്ട് അതൊന്ന് സെക്യൂർ ചെയ്ത് കൊടുക്കാം. ഇത് നമ്മുടെ സീഷലിനെ 3D ആക്കാൻ വേണ്ടിയിട്ടാണ്, നമുക്ക് അതുപോലെ കിട്ടണമല്ലോ എസ്തെറ്റിക്കായിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. എന്നിട്ട് നിങ്ങളുടെ ടിഷ്യൂ പേപ്പറോ ടോയ്ലറ്റ് പേപ്പറോ എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ ഒന്ന് ചുരുട്ടി അതിനിടയ്ക്ക് വെച്ച് ഗ്യാപ്പ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. അപ്പം ഞാൻ സൈഡ് ബൈ സൈഡ് ഗ്ലൂ വെള്ളം ഡൈല്യൂട്ട് ചെയ്തിട്ടാണ് കേട്ടോ ഇത് ചെയ്തിരിക്കുന്നത്. കൂടുതൽ ഗ്ലൂവും കുറച്ച് വെള്ളവും എടുക്കാൻ ശ്രദ്ധിക്കുക, കാരണം ടിഷ്യൂ പേപ്പർ ആയത് ഒത്തിരി നമ്മൾ ഡിപ്പ് ചെയ്താലും അത് കീറിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഞാൻ ചെയ്യുന്ന പോലെ ചുരുട്ടിയിട്ട് നിങ്ങൾ അതൊന്ന് ഫില്ല് ചെയ്ത് സെറ്റാക്കി എടുക്കാം. അതുപോലെ തന്നെ ഗൈസ്, നിങ്ങൾ അത് ചുരുട്ടി വെച്ച് കഴിയുമ്പോൾ ഒരു കംപ്ലീറ്റ് ഫുൾ ടിഷ്യൂ പേപ്പർ എടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് പിന്നെയും ഈ ഒരു ഗ്ലൂ വാട്ടർ മിക്സ്ചർ വെച്ചൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അഗൈൻ ഞാൻ പറയുന്നു, ഒത്തിരി ഡിപ്പ് ചെയ്ത്, കാരണം അത് കീറിപ്പോകാൻ ചാൻസ് ഉണ്ട്. ഇനി നിങ്ങൾക്ക് ടിഷ്യൂ പേപ്പർ വെച്ച് വർക്ക് ചെയ്യണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കടയിൽ പോയാൽ മാസ്കിംഗ് ടേപ്പ് കിട്ടും, ആ ടേപ്പ് വെച്ച് ഒന്ന് ചുറ്റി കൊടുത്താൽ മതി. പിന്നെ ഈ എഡ്ജസിൽ വരുമ്പോൾ കുഞ്ഞു കുഞ്ഞു പീസായിട്ട് കട്ട് ചെയ്യുക, അതാകുമ്പോൾ നിങ്ങൾക്ക് മടക്കാൻ നല്ല ഹെൽപ്ഫുൾ ആയിരിക്കും. എന്നിട്ട് ഇതുപോലെ അത് പുറകിൽ മടക്കി വെക്കാം. സോ ഇതാണ് എൻ്റെ ഫ്രണ്ട് പോർഷൻ. അപ്പോൾ ഞാൻ ഒരു ചെറിയ പെർഫെക്ഷന് വേണ്ടി ബാക്കിലും കൂടെ ഫുള്ളി കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതാണ് ആ ഒരമ്മ പെറ്റ സഹോദരനെ പോലെയുള്ള സീ ഫിഷ് എന്നായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇതിനെ കളറടിച്ച കുട്ടപ്പനാക്കി എസ്തെറ്റിക് ആക്കണ്ടേ ഗൈസ്. അപ്പോൾ പാർട്ട് 2 ഫോളോ ചെയ്യുക. ഒരെണ്ണം തന്നെ ഞാൻ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും.